ഏതൊരു സന്ദർശകൻ്റെയും മനം കവർന്നെടുക്കാൻ കഴിവുള്ള 2 വാട്ടർഫോൾസ് തേടിയാണ് ഇന്ന് യാത്ര തിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇന്നത്തെ യാത്രയുടെ തുടക്കം. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്ത് എത്താൻ കഴിയും. ഇന്ത്യയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ശിവനസമുദ്ര വാട്ടർഫോൾസിൻ്റെ പേര് ഉറപ്പായും കാണും. കർണാടകയിലെ ശിവനസമുദ്ര വാട്ടർഫോൾസ് കാണാനാണ് ഇന്നത്തെ യാത്ര. 2 വെള്ളച്ചാട്ടങ്ങളാണ് അവിടെയുള്ളത്: ഗഗനചുക്കി, ബരചുക്കി. കാവേരി നദി 2ആയി മാറി 2 വെള്ളച്ചാട്ടങ്ങൾക്ക് രൂപം കൊണ്ടു. അതാണ് ഈ ഗഗനചുക്കിയും ബരചുക്കിയും. മൈസൂരിൽ നിന്ന് വെറും 60 കിലോമീറ്ററാണ് ശിവനസമുദ്ര വാട്ടർഫോൾസിലേക്കുള്ള ദൂരം. പോകുന്ന വഴിയിലെല്ലാം കുറേ മനോഹരമായ കാഴ്ചകളുണ്ട്. പക്ഷേ ഇന്നൊരു വീക്കെൻഡ് ആയ കാരണം നല്ല തിരക്ക് വരാൻ സാധ്യതയുണ്ട്. തിരക്ക് കൂടുന്നതിന് മുമ്പ് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു തീർക്കണം. ഗഗൻചുക്കി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയാണിത്. പോകുന്ന വഴിയിൽ കുറേ പഴയ വീടുകളെല്ലാം ഉണ്ട്. പക്ഷെ അവിടെയൊന്നും ആൾതാമസമില്ല. പലതും കാട് കയറി പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന പഴയ വീടുകളാണ്. ഈ വഴിയിലെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടെ വരുന്നവർ കയ്യിൽ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും വെള്ളമെല്ലാം കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വലിയൊരു ആൽമരം കണ്ടു. ഗഗൻചുക്കിയിലേക്ക് ഇനി ഇവിടെ നിന്ന് അധികം ദൂരമില്ല. പക്ഷെ ഇവിടുത്തെ ചില കാഴ്ചകൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. മണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുന്ന കർഷകരെ കൊണ്ട് നിറഞ്ഞ തനതായ ഒരു ഗ്രാമപ്രദേശമാണ് ഇന്ന് കാണാൻ പോകുന്ന ഗഗൻചുക്കിയും ബരചുക്കിയും. ശിവനസമുദ്ര വാട്ടർഫോൾസ് തേടിയാണ് പല ടൂറിസ്റ്റുകളും ഇന്നിവിടെ വന്നു പോകുന്നത്. ഈ ആൽമരത്തിനടുത്തുകൊണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടതുപോലെയുള്ള പഴയൊരു കെട്ടിടം. ആൾ താമസമൊന്നുമില്ലാതെ കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരിടം. ഒരു വീട് പോലെയല്ല, വലിയൊരു എംപ്ലോയി ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെയാണ് ഈ പഴയ കെട്ടിടം കാണുമ്പോൾ തോന്നുന്നത്. ഗഗനചുക്കി വാട്ടർഫോൾസ് തേടി വീണ്ടും മുന്നോട്ട് പോകാം. ചെറിയ വീടും വലിയ പറമ്പും പച്ചക്കറി തോട്ടങ്ങളും കൃഷിയിടങ്ങളെല്ലാമാണ് ഇവിടുത്തെ പ്രത്യേകത. കുറച്ച് ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഏകദേശം രാവിലെ 9 മണിയാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തിരക്കധികം വന്നിട്ടില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വെള്ളച്ചാട്ടം കാണാനായി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻറ്റിനടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. ഒരു സുഹൃത്ത് വഴിയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനിടയായത്. 2 ആഴ്ച മുമ്പ് അവൻ ഈ സ്ഥലം തേടി വന്നിരുന്നു. അന്ന് അവൻ മൊബൈലിലെടുത്ത കുറച്ച് വീഡിയോസ് അയച്ചു തന്നപ്പോൾ ഇത്രയും ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല. നേരിട്ട് കാണുമ്പോഴാണ് എത്ര വലുതാണ് ഈ വെള്ളച്ചാട്ടം എന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ അതിരപ്പള്ളി വാട്ടർഫോൾസായി താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത്. ഇവിടെ നിന്ന് എന്തായാലും സമയം കളയുന്നില്ല. വ്യൂ പോയിൻറ്റിനടുത്ത് പോയി ഗഗൻചുക്കി വാട്ടർഫോൾസിൻ്റെ ഭംഗി നന്നായി ഒന്ന് ആസ്വദിക്കാം. കേരളീയർക്ക് പ്രിയപ്പെട്ട ഒരു വെക്കേഷൻ സ്പോട്ടാണ് മൈസൂർ. മൈസൂർ കാണാൻ വരുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. കാരണം മൈസൂരിൽ നിന്ന് ഈ വാട്ടർഫോൾസിലേക്ക് വെറും 60 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി വാട്ടർഫോൾസ് കാണാനായി പോവാം. പ്രതീക്ഷിച്ച പോലെ തന്നെ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ല. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്തായി ഒരു റിസോർട്ടുണ്ട്. പക്ഷേ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അവൈലബിൾ അല്ല. ഇവിടെ ആഹാരത്തിനുള്ളൊരു ഓപ്ഷൻ ഈ സ്ട്രീറ്റ് ഫുഡ് മാത്രമാണ്. കയ്യിൽ കുറച്ച് ക്യാഷ് കരുതുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒറ്റ നോട്ടത്തിൽ കണ്ട ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണോ എന്നൊരു സംശയം തോന്നുമെങ്കിലും ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ ഭാവിയിൽ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ ഗഗൻചുക്കി വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണരൂപം നന്നായി കാണാൻ കഴിയുന്നുണ്ട്. 2 വെള്ളച്ചാട്ടങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗഗൻചുക്കി, ബരചുക്കി. ഈ 2 വെള്ളച്ചാട്ടങ്ങൾക്കിടയിലുള്ള സ്ഥലത്തെയാണ് ശിവനസമുദ്ര എന്ന് വിളിച്ചു വരുന്നത്. ഈ 2 വെള്ളച്ചാട്ടങ്ങളെയും ഒരുമിച്ച് പറയുമ്പോൾ
ശിവനസമുദ്ര വാട്ടർഫാൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചില ആളുകൾ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഗഗൻചുക്കിയും ബരചുക്കിയും എന്ന് സംശയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, രണ്ടും 2 വ്യത്യസ്തമായ വെള്ളച്ചാട്ടങ്ങളാണ്. റോഡിലൂടെ പോവുകയാണെങ്കിൽ ഈ 2 വെള്ളച്ചാട്ടങ്ങളും തമ്മിൽ ഏകദേശം 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. കുറച്ച് ദൂരെയായാണ് ഞാൻ നിൽക്കുന്നത്. എന്നിരുന്നാലും ശക്തമായ വെള്ളച്ചാട്ടമായതുകൊണ്ട് വെള്ളത്തുള്ളികൾ എൻ്റെ ശരീരത്തിൽ തട്ടുന്നുണ്ട്. ഇതാണ് ഗഗൻചുക്കി വ്യൂ പോയിന്റിലേക്ക് പോകാനുള്ള വഴി. കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ പോകണം. അവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ നന്നായി കാണാൻ കഴിയും. ഇവിടെ വരുന്ന സഞ്ചാരികളെ ഒന്നും വകവയ്ക്കാതെ അവരുടെ കയ്യിലുള്ളത് തട്ടിയെടുക്കാനായി കാത്തിരിക്കുകയാണ് ഈ വാനരക്കൂട്ടങ്ങൾ. ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായും കയ്യിലുള്ളത് അവർ തട്ടിയെടുക്കും. വ്യൂ പോയിന്റിനടുത്തായി എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് ഇല്ലെങ്കിലും ഭാവിയിൽ അത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. അധികം തിരക്കില്ല എന്ന് കരുതിയ എനിക്ക് തെറ്റി. തിരക്ക് മുഴുവൻ ആ വ്യൂ പോയിന്റിലാണ്. കുറച്ചുകൂടി അടുത്തായി ഇവിടെ നിന്ന് വാട്ടർഫോൾസ് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം ജൂൺ മുതൽ നവംബർ വരെയാണ് ഈ വാട്ടർഫോൾസ് ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിയുക. വേനൽക്കാലത്തോട് അടുക്കുന്തോറും ഇവിടുത്തെ വെള്ളം കുറയും. ഇപ്പം കാണുന്ന ഈ ഒരു ഭംഗി വേനൽക്കാലത്ത് കാണാൻ കഴിയില്ല. ചരിത്രമുറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ശിവനസമുദ്ര വാട്ടർഫോൾസ്. ഏഷ്യയിലെ ആദ്യത്തെ വൈദ്യുത നിലയം സ്ഥാപിച്ചത് ഇവിടെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ വ്യൂ പോയിന്റ് അല്ലാതെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനായി കാടിനകത്തുകൂടി കുറേ വഴികളുണ്ട്. പക്ഷേ അതുവഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് സ്വയം അപകടം വിളിച്ചു വരുത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒന്ന് കാല് വഴി താഴെ വീണാൽ അതോടുകൂടി എല്ലാം തീരും. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഈ വ്യൂ പോയിന്റിലൂടെ മാത്രം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ശ്രമിക്കുക. ഗഗൻചുക്കി വാട്ടർഫോൾസിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കർണാടക ടൂറിസവും ശിവനസമുദ്ര വാട്ടർഫോൾസിലെ കാഴ്ചകൾ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ എത്തിക്കാൻ ഒരു പ്രധാന പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. കർണാടക ടൂറിസത്തിൻ്റെ സഹായത്തോടെ കുറേ വിദേശി സഞ്ചാരികളെല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഗഗൻചുക്കിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ശിവനസമുദ്ര വാട്ടർഫോൾസിൻ്റെ മറ്റൊരു ഭാഗമായ ബാരചുക്കിയിലെ കാഴ്ചകൾ കാണാനായി പോകാം. നിറഞ്ഞൊഴുകുന്ന കാവേരി നദിയിലെ കാഴ്ചകൾ കണ്ടാണ് ഈ യാത്ര. ഗഗൻചുക്കിയിൽ നിന്നും ബാരചുക്കിയിലേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ കാലങ്ങളോളം പഴക്കമുള്ള കുറേ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം ശിവനസമുദ്ര വാട്ടർഫോൾസ് കാണുക എന്നുള്ളത് കൊണ്ട് മാത്രം ആ സ്ഥലങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചരിത്ര പ്രസിദ്ധമായ ഒരു പാലം കടന്നു വേണം ഇനി മുന്നോട്ട് പോകാൻ. ഏറ്റവും പഴക്കം കൂടിയ പാലങ്ങളിലൊന്നാണ് നമ്മൾ ഈ കാണുന്ന വെസ്ലേ ബ്രിഡ്ജ്. 200 വർഷം പഴക്കമുള്ളൊരു ബ്രിഡ്ജാണത്. 1799 പണി കഴിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 400 മീറ്ററോളം നീളമുള്ളൊരു പാലമാണത്. 1835 ഈ പാലത്തിൻ്റെ പേര് മാറ്റി ലക്ഷിംഗ്ടൺ ബ്രിഡ്ജ് എന്നാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല അടിയൊഴുക്കുള്ള നദിയാണ്. പ്രശസ്തമായൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണത്. കാവേരി നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2018 വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കാരണം പാലത്തിൻ്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഈ ബ്രിഡ്ജിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആ ഒരു ഭാഗം മാത്രം പുനർനിർമ്മിക്കുകയായിരുന്നു. പുനർനിർമ്മിച്ച ആ ഒരു ഭാഗം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. വാഹനങ്ങൾക്ക് പോകാനായി നിർമ്മിച്ച പുതിയ പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ചരിത്രമുറങ്ങുന്ന ആ പാലത്തിന് മുകളിലൂടെ നടന്ന് കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ടായാലും കാവേരി നദി നിറഞ്ഞൊഴുകുന്നത് കാരണം അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഇനി പോകുന്ന വഴിയിൽ എവിടെയും നിർത്തുന്നില്ല. ബാരചുക്കി വാട്ടർഫോൾസാണ് ലക്ഷ്യം. ബാംഗ്ലൂരിലെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഗഗൻചുക്കിയിൽ എൻട്രിയും പാർക്കിംഗ് എല്ലാം ഫ്രീ ആയിരുന്നു. പക്ഷേ ബാരചുക്കിയിൽ അങ്ങനെയല്ല, എൻട്രി ഫീസ് കൊടുക്കണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ വാട്ടർഫോൾസിലെ കാഴ്ചകൾ കാണാൻ പോവാം. ഗഗൻചുക്കിയിൽ അധികം തിരക്കില്ലായിരുന്നു. പക്ഷേ ഇവിടെ സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട്. പോകുന്ന റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം 5 മിനിറ്റ് നടന്നാൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ കഴിയും. കാവേരി നദിയുടെ മറ്റൊരു രൂപം, അതാണ് ഈ ബാരചുക്കി വാട്ടർഫോൾസ്.
കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സഞ്ചാരികൾക്കായി ഇവിടെ ബോട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടുത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് അതെല്ലാം നിർത്തലാക്കി. ഇന്നിവിടെ നല്ല തിരക്കുണ്ട്. തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് നിന്നാണ് ഞാനിവിടുത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു വീക്കെൻഡ് ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ഇവിടുത്തെ വ്യൂ പോയിന്റിൽ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാൻ. നല്ല തിരക്കുള്ളത് കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ശിവനസമുദ്ര വാട്ടർഫാൾസിലെ കാഴ്ചകൾ കാണാനായി ഞാൻ യാത്ര ചെയ്തത് നല്ല മഴ പെയ്ത് തോർന്നൊരു സമയത്തായിരുന്നു. വേനൽക്കാലത്ത് ഇങ്ങോട്ട് വന്നാൽ ഇത്ര ഭംഗിയോടുകൂടി ഈ ഒരു സ്ഥലം ആസ്വദിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലും ആ സംശയം ഉദിച്ചു. ഇത് ഞാൻ ആദ്യം കണ്ട ഗഗനചുക്കി വാട്ടർഫാൾസ് തന്നെയാണോ? ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നിക്കുന്ന രണ്ട് വ്യത്യസ്തമായ വാട്ടർഫാൾസ് തന്നെയാണത്. ഇവിടെ വരുന്ന എല്ലാവരുടെ മനസ്സിലും ഇത് രണ്ടും ഒന്നാണോ എന്ന സംശയം തോന്നാറുണ്ട്. ഫാമിലിയായി ഒരു ട്രിപ്പെല്ലാം തരാൻ പറ്റിയൊരു സ്ഥലമാണത്. പ്രായഭേദമന്യേ ഈ സ്ഥലത്ത് വരുന്ന എല്ലാവരും ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കും എന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. കഴിവതും രാവിലെ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ അധികം തിരക്കുണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രത്തോളം സമയം ഇവിടെ ചെലവഴിക്കുന്നു അത്രയേറെ കാഴ്ചകൾ ഈ സ്ഥലം സമ്മാനിക്കും. കുറേ പുരാതനമായ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെയുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയാണത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും വരാം.